നല്ല കറുത്ത അഴകുള്ള തിക്കായ മുടി എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ? ഒരു പരസ്യത്തിൽ കാണുന്നത് പോലെ മുടിയിഴകൾ നമ്മുടെ ജീവനാണെന്നൊക്കെ പറയാം. മുടി പൊഴിച്ചിൽ, മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് ഇതൊക്കെ സാധാരണയായിട്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞ് മാത്രമുള്ളൊരു പ്രതിഭാസമായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ 6-7 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ മുടി നരച്ചു തുടങ്ങിയിരിക്കുന്നു. 18 വയസ്സ് തുടങ്ങി യുവാക്കളിൽ വളരെ കൂടുതലായിട്ട് മുടി നരയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ ബി കോംപ്ലക്സിന്റെ ഭക്ഷണത്തിലെ കുറവാണ്. ഞാൻ ഡോക്ടർ ദിശ മേരി, ഹോമിയോ ഡോക്ടറാണ്. ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അതിൽ തന്നെ പ്രധാനപ്പെട്ട B12, ബയോട്ടിൻ ആൻഡ് B6 ഇവയാണ് നമ്മുടെ മുടിയുടെ കരുത്തും നിറവും നിശ്ചയിക്കുന്നത്. ഏതാണ്ട് 500 മുതൽ 600 മൈക്രോഗ്രാം മാത്രമേ ഒരു ദിവസം നമ്മുടെ ശരീരത്തിന് ഇത് ആവശ്യമുള്ളൂ. പക്ഷേ മാറി വരുന്ന ഭക്ഷണശീലങ്ങളും വളരെയധികം പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും കഴിക്കുന്നത് മൂലം ഈ അവശ്യ ഘടകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം. രുചി കൂട്ടാൻ വേണ്ടിയുള്ള പലതരം കുക്കിംഗ് പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നതിനനുസരിച്ചിട്ട് ഇപ്പം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായി മുടി നരയ്ക്കുന്നവരുണ്ട്. പല മരുന്നുകളുടെ സൈഡ് എഫക്റ്റുകൾ കൊണ്ടും ശരീരത്തിൽ സിങ്ക് എന്ന ധാതുവിന്റെ കുറവ് കൊണ്ടും മുടി നരയ്ക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് യുവാക്കളിൽ കണ്ടുവരുന്ന നേരത്തെയുള്ള മുടി നരയ്ക്കലിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി തന്നെയാണ്. എന്ന് വെച്ച് ഇന്ന് മുതൽ വിറ്റമിൻ ബി കോംപ്ലക്സ് ഗുളികകൾ വാരി കഴിക്കണ്ട കേട്ടോ. ആദ്യം നമുക്ക് വിറ്റമിൻ ബി കോംപ്ലക്സ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെ പരിചയപ്പെടാം. അത് കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി വീണ്ടും മുടിക്ക് നരയ്ക്ക് കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഗുളികകളെ നിങ്ങൾ ആശ്രയിക്കാവൂ, അതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം. ഇനി ഏതാണ് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് നോക്കാം. പാലും പാലുൽപ്പന്നങ്ങളുമാണ് ആദ്യമായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ബയോട്ടിൻ അടങ്ങിയവ തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. മുട്ടയാണ് രണ്ടാമതായി പട്ടികയിൽ ഉൾപ്പെടുന്നത്. നമ്മുടെ മുടി പ്രോട്ടീൻ ആണെന്ന് എല്ലാവർക്കും അറിയാലോ. പ്രോട്ടീനുകളും വിറ്റമിൻ ബിയും ധാരാളം അടങ്ങിയതാണ് മുട്ട. മാത്രമല്ല തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായകമായ ബയോട്ടിൻ, സിങ്ക് എന്നിവയും മുട്ടയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാടൻ മുട്ട തന്നെ കഴിക്കണം കേട്ടോ. വെള്ളമുട്ടയാണെങ്കിൽ അതിൽ ഹോർമോണിൻ്റെ അളവും ഫാറ്റിൻ്റെ അളവും കൂടുതലായിരിക്കും. അപ്പോൾ അത് തടി വെക്കാനും PCOD, തൈറോയ്ഡ് രോഗങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഒക്കെ അത് കാരണമാകും. അടുത്തയാണ് ചീരയാണ്. വിറ്റമിനുകളുടെ കലവറയാണ് ചീര. വിറ്റമിൻ A, B, C, പൊട്ടാസ്യം, കാൽസ്യം അതുപോലെ ഒത്തിരി ഘടകങ്ങൾ ചീരയിലുണ്ട്. സാൽമൺ ഫിഷ് അടക്കമുള്ള omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ പ്രോട്ടീൻ ധാരാളം അടങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, വൻപയർ, അച്ചിങ്ങപ്പയർ ഇതൊക്കെ മുടി വളരാൻ സഹായിക്കുന്നവയാണ്. ഇനി പലതരം നട്ട്സുകൾ, സീഡുകൾ ഇതാണ് ആറാമതായിട്ട് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. ബദാമും സൂര്യകാന്തി വിത്തും ഒക്കെ വിറ്റമിൻ ബി ധാരാളം അടങ്ങിയവയാണ്. നാരങ്ങ, ഓറഞ്ച് പോലെയുള്ള സിട്രസ് പഴങ്ങൾ ഏറ്റവും അവസാനമായി, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പട്ടികയിൽ വരുന്നുണ്ട്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻ സി ഓക്സിഡേറ്റീവ് സ്ട്രെസ് മുടിയിൽ കുറയ്ക്കുകയും മെലാനിൻ പ്രൊഡക്ഷൻ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ഡയറ്റിലൊന്ന് വ്യത്യാസം വരുത്തി നമ്മുടെ മുടിയുടെ തിളക്കവും കട്ടയും കറുപ്പും ഒക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ ശ്രമിച്ചു നോക്കിക്കോളൂ. തീർച്ചയായും സാധിക്കാവുന്ന ഒന്നേയുള്ളൂ. ഞാൻ എൻ്റെ ക്ലിനിക്കിൽ പല പേഷ്യൻസിനോടും അഡ്വൈസ് ചെയ്ത് പലരും റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് മുടിയുടെ കരുത്തും അതുപോലെ തിളക്കവും കറുപ്പും വർദ്ധിച്ചതായിട്ട് എനിക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത്. ഇനി കൂടുതലായിട്ട് നമുക്കറിയണമെങ്കിൽ ഹോമിയോ മെഡിസിൻസ് ഒത്തിരി എഫക്റ്റീവായിട്ട് മുടി കൊഴിച്ചിലിനും അതുപോലെ താരനും മുടിയുടെ പല പ്രശ്നങ്ങൾക്കും ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു വരുന്നുണ്ട്. മാത്രമല്ല അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് വിറ്റമിൻ ബി കോംപ്ലക്സ് മരുന്നുകൾ അതല്ലെങ്കിൽ വിറ്റമിൻ സപ്ലിമെൻറ്റുകൾ കഴിക്കാനാണെങ്കിൽ അതും ഡോക്ടർ നിർദ്ദേശിക്കും. ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അത് ഉപയോഗിക്കുകയാണെങ്കിലും മുടിയുടെ ആരോഗ്യവും കരുത്തും കുറേ നാൾ വരെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. പാരമ്പര്യ ഘടകം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക അതുപോലെ നമ്മുടെ ജോലി സംബന്ധമായ ചുറ്റുപാടുകളും നമ്മുടെ ശീലങ്ങളും മുടിയുടെ വളർച്ചയും അതിൻ്റെ തിക്നെസ്സും അതുപോലെ തന്നെ അതിൻ്റെ കറുപ്പും ഒക്കെ നിയന്ത്രിക്കുന്ന പല ഘടകങ്ങളാണ്. മാനസികാരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ സ്ട്രെസ് കുറച്ച് കൃത്യമായിട്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ മാറ്റം വരുത്തി നമ്മുടെ രോഗാവസ്ഥകളൊക്കെ കൃത്യമായി മരുന്ന് കഴിച്ച് നിയന്ത്രിച്ചാൽ നല്ല മുടി കുറേ നാൾ കൂടി നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ആരോഗ്യ വിഷയമായിട്ട് ഇനി നമുക്ക് കണ്ടുമുട്ടാം. തൽക്കാലം സൈനിങ് ഓഫ്, ഡോക്ടർ ജിഷ മേരി.